ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലീഷനാണെങ്കിൽ ഹാൻ റിവറിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ നിൽക്കുന്നതും അപ്പോഴേക്കും ന്യൂസൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരിക്കും. അതായത് സ്വന്തം ചേട്ടനെ ലീഷൻ കൊല്ലാൻ ശ്രമിച്ചുവെന്നും തെളിവുകളൊക്കെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഡയറി കത്തിച്ച ഒരു ഫോട്ടോ ഒക്കെ ആയിരിക്കും കേട്ടോ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവൻ്റെ പാരൻസ് അറിയുന്നതും മാനേജർ ആണെങ്കിൽ ആകെ ഫോണിലൊക്കെ വിളിച്ച് ചൂടാകുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഗുൻ വരുന്നതും. ഇതൊക്കെ ആരാ അയച്ചെന്ന് ചോദിക്കുന്ന ലീഗുനോട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരാളെ ലിഫ്റ്റിൽ കയറിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആള് ഫേക്ക് ഐഡിയ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ ഫോണും സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് ആളെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മാനേജർ ഹോങ് ആണെങ്കിൽ അല്ല ശരിക്കും ലീഷൻ തന്നെ തള്ളിയിടാൻ ശ്രമിച്ചു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഗുനാണെങ്കിൽ ഇപ്പം അതല്ല വേണ്ടത്, ആദ്യം ലീഷനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നതും അപ്പോൾ ലീഷനാണെങ്കിൽ കഫേയിൽ വെച്ചിട്ട് ഫോൺ മറന്നില്ലേ പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുന്ന മാനേജറോട് അവൻ്റെ വാച്ചിൽ GPS ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇവർ മൊബൈൽ ചെക്ക് ചെയ്യുന്നതും ഇവൻ ഹാൻ റിവറിൻ്റെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ലീഷനാണെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും എടുത്ത് ചാടാൻ ശ്രമിക്കുന്നത് പോലെ ഇവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മാനേജർ ആണെങ്കിൽ അയ്യോ ലീഷനെ ചാടല്ലേ, നീ എങ്ങാനും ചാടിക്കഴിഞ്ഞ് ഞാൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളം ഉണ്ടാക്കുന്നതും. പക്ഷേ ലീഷൻ ചാടുന്നൊന്നുമില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ മാനേജർക്ക് സമാധാനമാകുന്നുണ്ട് കേട്ടോ. ആള് പിന്നീട് പോലീസ് ഓഫീസറോട് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ആളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല എന്ന് പറയുന്ന പോലീസിനോട് ലീഗുൻ ചോദിക്കുന്നത് അല്ല മർഡർ അറ്റംപ്റ്റ് നടത്തിയ ലീഷനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നാണ്. ഓഫീസർ ആണെങ്കിൽ എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ അനിയൻ നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ അത് നിങ്ങൾ ലീഷനെ കണ്ടുപിടിച്ചിട്ട് അവനോട് ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ലീഗുൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ മാനേജർ ആണെങ്കിൽ താൻ എന്തൊക്കെയോടെ ഈ പറഞ്ഞു പോകുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ലീഷനാണെങ്കിൽ ഒരു പബ്ലിക് ബൂത്തിൽ കയറിയിട്ട് ഇവന്റെ വോയിസ് മെയിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അതിൽ ലീഗുന്റെ ഒരു വോയിസ് മെയിൽ ഉണ്ടായിരിക്കും. അതായത് നീ കുട്ടികളെ പോലെ ഇങ്ങനെ ഓടി ഒളിക്കാതെ തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മർഡർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. പിന്നെ അന്നത്തെ ദിവസം എന്താ പറ്റിയതെന്ന് ഒരു വീഡിയോയിലൂടെ ഞാൻ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം അറിയാമെന്നായിരിക്കും കേട്ടോ ആ ഒരു വോയിസ് മെയിൽ. ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നതും ഇതേ ടൈമിൽ ലീഗുൻ ആ വീഡിയോ ചെക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആക്ച്വലി അന്ന് ലീഗുനല്ല പകരം ലീഷനാണ് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചത് എന്ന് ഇവൻ മനസ്സിലാക്കുന്നതും ആ ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കുന്ന ലീഗുന്റെ അടുത്തേക്ക് വരുന്ന ലീഷനാണെങ്കിൽ അന്ന് ചെറുപ്പത്തിൽ എന്നെ രക്ഷിക്കേണ്ടായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ചേട്ടൻ എന്താ വേണ്ടത്, ചാമ്പ്യൻഷിപ്പ് എന്നുള്ള പട്ടാണോ അതോ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണോ? ചേട്ടൻ്റെ പ്രശ്നം ചേട്ടൻ്റെ മനസ്സാണ്, ചേട്ടന് തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല. പിന്നെ ചേട്ടൻ മാത്രമല്ല സാക്രിഫൈസ് ചെയ്യുന്നത്, ചേട്ടന് മാത്രമല്ല ഈ ജീവിതം ഇങ്ങനെ ദുരന്തമായിട്ടുള്ളത്. എൻ്റെ മനസ്സ് ചേട്ടൻ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാനും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഗെയിം കളിക്കുമ്പോഴും ഇങ്ങനെയായിരിക്കും എൻ്റെ ചേട്ടൻ കളിക്കുക, ഇതിലും ബെറ്റർ ആയിട്ട് കളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ബെറ്റർ ആക്കാനേ നോക്കിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല എന്ത് ഡിസിഷൻ ആയിരിക്കും ചേട്ടൻ എടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ആലോചിക്കാറ്. ശരിക്കും ഒരു വേദനയില്ലാത്ത റോബോട്ടായിട്ടാണ് ഞാൻ വളർന്നത് എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ലീഗുൻ ഇതിൻ്റെ ഇടയിൽ ഇവൻ ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇവനോട് പറയുന്നുണ്ട് നിനക്ക് ഇത്രയ്ക്കും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ മറ്റൊരാളെ കോപ്പി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് ലീഗുൻ അവിടെ നിന്നും പോകുന്ന ടൈമിലാണ് ലീഷൻ സൂയിസൈഡിന് ശ്രമിക്കുന്നത്. എനിക്കിനി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും വീഴുന്നതും പിന്നാലെ വരുന്ന ലീഗുനാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്, അതും വലത്തെ കൈ കൊണ്ടായിരിക്കും. കണ്ടോ ചേട്ടൻ ഇപ്പം കൈക്ക് ഒരു കുഴപ്പമില്ല, ഇനി അങ്ങനെ കുഴപ്പമുണ്ടാവത്തില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ചേട്ടൻ ഇങ്ങനെ പിടിക്കുന്നതെന്ന് പറയുന്നതും ഇവൻ കൈവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീഗുൻ അത് ചെയ്യുന്നില്ല കേട്ടോ. ചേട്ടൻ എന്താ ചെയ്യുന്നത്, എൻ്റെ കൂടെ മരിക്കാനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതും അങ്ങനെ അടി തെറ്റിയിട്ടാണ് ലീഗുൻ വീഴുന്നതും. ലീഗുൻ ആ ടൈമിൽ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ഇവൻ്റെ തല ഇടിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇവൻ്റെ തലയ്ക്ക് പരിക്കേറ്റത് കേട്ടോ. പിന്നീട് ഇവൻ വീഴുന്ന ടൈമിൽ ലീഷിൻ്റെ കയ്യിൽ ബാൻഡും കാണുന്നുണ്ട്. അങ്ങനെ ലീഷനാണെങ്കിലോ പിന്നീട് ലീഗുനെ എസ്കേപ്പ് ആക്കുന്നുമുണ്ട്. ആക്ച്വലി ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. പിന്നീട് ലീഗുൻ വീട്ടിലെത്തുന്ന ടൈമിൽ പാരൻസും ആകെ അപ്സെറ്റ് ആയിരിക്കും. അച്ഛനാണെങ്കിൽ മകനോട് പറയുന്നുണ്ട് അമ്മ അറിയാതെ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പൊട്ടി പാളീസായ സമയത്ത് ലീഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവൻറ്റ്സിനൊക്കെ പോയിട്ടാണ് അവൻ പൈസ സമ്പാദിച്ചിരുന്നത്. അവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മോനെ. അവൻ കാണുമ്പോൾ കുറച്ച് റഫായിട്ടൊക്കെ തോന്നിയെങ്കിലും ആൾ ഉള്ളുകൊണ്ട് പാവാണെന്നൊക്കെ പറയുന്നതും വിഷമിച്ചിരിക്കുന്ന അമ്മയെ നോക്കുന്ന ലീഗുനെയാണ് കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പ്രൊഫസർ ഹാൻ ആണെങ്കിൽ ലീഗുനെ വിളിക്കുന്നത് തനിക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ക്യുചോങ് ഡോക്ടറെ വിളിച്ചിട്ട് ഇവനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഫോണിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതും അല്ല ആൾക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ആ ടൈമിൽ ആൾക്ക് പെയിൻ വരാറുണ്ട്, അങ്ങനെ പെയിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയെന്ന് പറയുന്ന ടൈമിൽ ഡോക്ടറാണെങ്കിൽ ഏടോ അങ്ങനെയാണെങ്കിൽ തനിക്കിത് നേരിട്ട് വിളിച്ച് ചോദിച്ചൂടെ എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ടെൻഷനായിട്ടല്ലേ ഒന്ന് ചോദിച്ചു നോക്കെന്നൊക്കെ പറയുന്നതും ഇത് ലീഗുനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ലീഗുനാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, കാരണം ഹാൻ ഉറക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. പിന്നീട് പ്രൊഫസർ ഹാൻ ക്യുജോങ് ആണെന്ന് കരുതി എന്താ കുഴപ്പമൊന്നുമില്ല അവനെന്ന് പറഞ്ഞില്ല, താനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്ന് ലീഗുനോട് തന്നെ പറയുന്നതും അതെന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനോട് അയ്യോ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് പ്രൊഫസർ ഹാൻ കോൾ കട്ട് ചെയ്യുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. എന്തായാലും ലീഗുന് നല്ല ഹാപ്പി ആകുന്നുണ്ട്,
കാരണം ക്യൂജോങ് തന്നെ പറ്റി അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ നെക്സ്റ്റ് സീനിൽ സെയ് ആണെങ്കിൽ ആ വില്ലേജിൽ നിന്നും ഒരു കോൺടാക്ട് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ വിളിച്ചിട്ട് ഇവളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ക്യൂജോങ് ആണെങ്കിൽ നിനക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ലീഗുനെ വിളിക്കായിരുന്നില്ലേ, ആൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ ആളെ വിളിക്കേണ്ട ആവശ്യം, അല്ല ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നതും അല്ല അതൊന്നുമല്ല, നീ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിന്ന്, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നൊക്കെ പറയുന്ന ക്യൂജോങ്ങിനോട് ചേച്ചിയല്ലേ ആളുടെ ഫസ്റ്റ് ലവ്, ഇത് കേട്ടതൊന്നും ഞാനാണെന്ന്, എന്തായാലും എനിക്ക് തീരെ ടൈമില്ല എന്ന് പറയുന്നതും ക്യൂജോങ് ആണെങ്കിൽ അല്ല നീ എന്തേ ചെയ്യുന്നത്, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് നല്ല ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ക്യൂജോങ്ങും ഇവളെ ഹെൽപ്പ് ചെയ്യുന്നതും ഒരു ലേഡി സെയോട് പറയുന്നുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചൊരു അമ്മയും മകളും അല്ലേ, ഭർത്താവ് അബ്രോഡിലായിരുന്നു, എനിക്കറിയാമെന്ന് പറയുമ്പോൾ സെയ്ക്ക് നല്ല ഹാപ്പി ആകുന്നുണ്ട്. എന്നാൽ ലേഡിയാണെങ്കിൽ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇവൾക്ക് വിഷമവും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോൾ തന്നെ മറ്റൊരു കോള് സെയ്ക്ക് വരുന്നുണ്ട്, അതായത് അച്ഛനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവൾ റെഡിയാകുന്നതും ഇവൾ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ. ഞാൻ സുന്ദരിയല്ലേ, അച്ഛനെന്നെ കാണുമ്പോൾ ഇഷ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സെയ്യോട് പിന്നെ നീ നല്ല സുന്ദരിയല്ലേ, അപ്പോൾ പിന്നെ അച്ഛന് ഇഷ്ടാവാതിരിക്കുമെന്ന് ക്യൂജോങ് അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നതും ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഡ്രസ്സൊന്നും കൊള്ളത്തില്ല, ചേച്ചിയുടെ ഡ്രസ്സാകുമ്പോൾ ഭയങ്കര ഡീസൻ്റ് അല്ലേ, ഞാൻ അതിട്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നതും അതുപോലെ ഈ ചെറുപ്പത്തിലുണ്ടല്ലോ ചേച്ചി എല്ലാവർക്കും അച്ഛന്മാർ സ്വിമ്മിങ് പഠിപ്പിച്ചു കൊടുക്കും, ബൈക്ക് റൈഡ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും, പക്ഷേ എനിക്ക് ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നറിയോ, അച്ഛൻ തിരിച്ചു വന്നിട്ട് ഇതെല്ലാം എന്നെ പഠിപ്പിക്കുമെന്ന്. അവസാനം ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോവാണല്ലേ എന്ന് ചോദിക്കുന്ന സെയ്യോട് ഇവൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൊടുക്കുന്നതും തൻ്റെ അച്ഛന് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് വാങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ലീഷിനെ കാണിക്കുന്നുണ്ട്. ആളൊരു കടൽ പ്രദേശത്തൊക്കെ ആയിരിക്കും. ഇവനാണെങ്കിൽ ഒരു ടെൻറ്റ് വിലയ്ക്ക് വാങ്ങുന്നതും അതിനുശേഷം ഇവൻ നോക്കുമ്പോൾ രണ്ട് ആൺകുട്ടികൾ ഒരു ആൺകുട്ടിയെ ബുള്ളി ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ നിങ്ങൾ എന്തിനാ അവനിങ്ങനെ ബുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ പയ്യനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതും ക്യാഷ് ആണോ വേണ്ടതെന്ന് ചോദിച്ച് ഇവർക്ക് ക്യാഷ് എടുത്ത് കൊടുക്കുന്ന ടൈമിൽ അത് കൊള്ളാം അവൻ എൻ്റെ ജാക്കറ്റ് അടിച്ചു മാറ്റി അത് വാങ്ങിയായിരുന്നു എന്ന് പറയുന്ന ടൈമിൽ പെട്ടുപോയി എന്ന് ലീഷിന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ജാക്കറ്റല്ലേ വേണ്ടു, അതിനേക്കാൾ 10 മടങ്ങ് വിലയുള്ള ജാക്കറ്റാന്ന് പറഞ്ഞ് ഇവൻ്റെ ജാക്കറ്റ് കൂളായിട്ട് ഊരി കൊടുക്കുന്നതും. അപ്പോൾ ഈ പയ്യന്മാരാണെങ്കിൽ താങ്കൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ നൈസായിട്ട് അങ്ങനെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും സ്കൂട്ടാകുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് ഇവന് മനസ്സിലാകുന്നത് ആവേശത്തിൽ കോട്ട് കൊടുത്തപ്പോൾ ആ കോട്ടിൻ്റെ ഉള്ളിൽ പേഴ്സും ഉണ്ടായിരുന്നു എന്ന്. ഇവൻ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സെയ് ആണെങ്കിൽ ഇവളുടെ അച്ഛനെ കാണാൻ വരുന്നതും അച്ഛനെ കാണുന്ന ടൈമിൽ ഇവൾ ശരിക്കും ഇമോഷണൽ ആകുന്നുണ്ട്. ഞാൻ അച്ഛനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ഇവൾ ചോദിക്കുന്നതും അങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ എത്ര കാലമാണെന്നറിയോ കാത്തിരിക്കുന്നു, എനിക്കിതുപോലെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, എന്നെ ഒരിക്കലും മറക്കരുത്, അച്ഛനിങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇയാൾക്ക് ഇമോഷണലൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ചെറുപ്പത്തിൽ അച്ഛനെ വിചാരിച്ച് ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട്, അതിൽ ഒരു ചിത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ടൈമിൽ അത് ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഇയാൾക്കാണെങ്കിൽ ആകെ ഫീൽ ആകുന്നതും മോളെ ഞാൻ ജസ്റ്റ് തമാശയ്ക്കാണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്, പക്ഷേ മോളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്, ഞാൻ മോളുടെ റിയൽ ആയിട്ടുള്ള ഫാദറല്ല, കാശ് കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് വരാൻ ഏൽപ്പിച്ചതാണെന്ന് പറയുന്നതും അതായത് ഇവളുടെ അമ്മ ചെയ്ത പണിയായിരിക്കും കേട്ടോ. ഇവളങ്ങ് ഷോക്കാകുന്നുണ്ട്. ഇതേ ടൈമിൽ ഇത് മനസ്സിലാക്കുന്ന ക്യൂജോങ് ആണെങ്കിൽ ഇവളുടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, അവളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്, അവളുടെ അച്ഛനെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും അമ്മയാണെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ ഇറ്റലിയിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണെന്ന് പറയുമ്പോൾ അവളുടെ സമ്മതമില്ലാതെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ക്യൂജോങ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ നീ ബാഡ് മെമ്മറീസ് ഒക്കെ കളയാനുള്ള ഒരു എക്സ്പെരിമെൻ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബാഡ് മെമ്മറീസ് ഒന്നും ചിക്കി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അമ്മയോട് സെയുടെ ബാഡ് മെമ്മറീസിനെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നതെന്ന് ഇവൾ ചോദിക്കുന്നതും അല്ല ഞാൻ എല്ലാവരുടെയും ബാഡ് മെമ്മറീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് അമ്മ പറയുന്നുണ്ട്. ഇവൾക്കാണെങ്കിലൊന്നും മനസ്സിലാകുന്നില്ല. ഇതേ ടൈമിലാണ് സെയ് അങ്ങോട്ട് വരുന്നതും അമ്മയോട് നന്നായിട്ട് ചൂടാകുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, ഞാൻ ചെറിയ കുട്ടിയല്ല, അത്യാവശ്യം വലുതായി, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നതും അമ്മയാണെങ്കിൽ ഇവളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ അവിടെ പറയുന്നുണ്ട് നമ്മൾ ഇറ്റലിയിലേക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, ഇങ്ങനെ പിന്നാലെ നടന്നു ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ സെക്യൂരിറ്റിയെ വിളിക്കുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ടൈമിൽ ക്യൂജോങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തത് വളരെ മോശമായി, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സെയുടെ പിന്നാലെ പോകുന്ന ക്യൂജോങ്ങിനെയാണ് കാണിക്കുന്നത്.